കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതെ, ഞാൻ പറയണേ എന്താണെന്ന് വെച്ചാൽ സൗദിക്കാരൻ കണ്ടിട്ട് പൊയ്ക്കോട്ടെ, നീ ഒരു ടെൻഷനും അടിക്കണ്ട. ഓടിക്കോട്ടെ. നീ എന്ത് തോന്നിയ സാറേ ഇവിടെ കാണിച്ചത്? മനഃപൂർവ്വമല്ല മജീദക്ക, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പറ്റിപ്പോയി. മേലെ ഉണ്ടാവൂല. നിനക്ക് മനസാക്ഷി ഉണ്ടോടാ? ഞാൻ പറഞ്ഞല്ല മജീദക്ക, പ്രശ്നം ഉണ്ടാക്കരുത്. നീ ഒന്നും പറയണ്ട. എത്ര നേരം എന്നറിയാം ഞാൻ ആ വെയിലത്ത് ആ കുന്തവും പൊക്കി പിടിച്ചോണ്ടിരുന്നത്. അതാണ് ഞാൻ പേടിച്ചു പോയി. എന്തിന്? അല്ല, മജീദ് കിടന്ന് അലറിയപ്പേ പെട്ടെന്ന് പേടിച്ചു പോയി. എന്നിട്ടിപ്പോ എന്തായി? സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? സംഭവം ക്ലിയർ ആണ്, ഒക്കെ ഓക്കെ ആയി. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഓക്കെ ആകുമ്പോ സിഗ്നൽ വരികയാണെങ്കിൽ എനിക്ക് സിഗ്നൽ തരണമെന്ന്. ഞാൻ 3-4 വിസിലടിച്ചല്ല, മജീദൊക്കെ കേക്കണ്ടേ? നീ അടിച്ച? പിന്നെ ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചു, മജീദൊക്കെ വന്നില്ല. അയ്യോ, ഞാൻ കേട്ടില്ലടാ. ഇപ്പെങ്കിലും വന്നതാ. ഇപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അല്ല ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വിളിപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടാ. നേരത്തെ നീ പറഞ്ഞില്ലേ ഒരു 1500 ചാനൽ എന്തോ വേറെ ഉണ്ട്? അത് കേറ്റിട്ടുണ്ട്. അതും കേറ്റി? അയ്യോ, അത് കേറ്റിട്ട് ഫ്രീ ആണ്. അപ്പൊ ഇനി കംപ്ലൈന്റ് ഒന്നും ഇല്ലേ? കംപ്ലൈന്റ് ഇത് വേണ്ടാത്തോടത്തിട്ടൊന്നും ഇളക്കാൻ നിൽക്കരുത് കേട്ടാ. അപ്പൊ വേറെ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങോട്ട് പറ. ഈ വയറിട്ട് ഇളക്കാതിരുന്നാ മതി കേട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ, വിളിക്കാം. ഒരു ബുദ്ധിമുട്ട് വിചാരിക്കണ്ട, വരും കേട്ടാ. ഞാൻ വന്നോളാം. ഈ അടുത്ത കാലത്തൊന്നും ഇനി കംപ്ലൈന്റ് ഉണ്ടാവില്ലല്ലോ അല്ലേ? അത് പറയാൻ പറ്റില്ല അല്ലേ? അത് പറയാൻ പറ്റില്ല. ഇത് സാറ്റലൈറ്റ് ആണല്ല, അത് ഈ വൈഫൈയും ഇതൊക്കെ ആയതുകൊണ്ടേ. മറ്റേ ഇതെന്ത് അത് ഞാൻ ആ പുറത്ത് ഗോവിന്ദൻകുട്ടി പിടിച്ചോണ്ടിപ്പോണ്ട്. അവന്റെ കൊടുത്ത സിഗ്നൽ വന്നേ. എന്നാ അവനോട് കൈതാത്തോളാൻ പറ കേട്ടാ. ഞാൻ വാങ്ങിക്കൊണ്ട് പോയിക്കോളാം കേട്ടാ. അപ്പെല്ലാം പറഞ്ഞ പോലെ. അല്ല, ആ വയറുകളൊന്നും ആവശ്യമില്ലാതിട്ട് ഇളക്കരെന്ന് പറഞ്ഞാൽ അടിച്ചു വരുമ്പോഴേക്കേ സിഗ്നൽ കട്ടാവും കേട്ടോ. ആവശ്യമില്ലാതെ അങ്ങനെ വിളിക്കണ്ട. ഇനി അഡീഷണൽ ചാനൽ എന്തെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ അതൊരു SMS ഇട്ടാ മതി, ഞാൻ ഇട്ടേക്കാം. ഞാൻ ഇടാം. ഇപ്പൊ തന്നെ ലൈഫ് ലോങ് ചാർജ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ. ഇനി അത് പോവില്ല. ഓക്കെ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താറുണ്ട്. ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ശരി ശരി, പറഞ്ഞ പോലെ ചെയ്താൽ മതി. നല്ല ആത്മാർത്ഥതയുള്ള ചെറുപ്പക്കാരല്ലേ? എന്തുവാടി വായിക്കുന്നേ? എന്റെ നോവല് വല്ലാന്നോ? പിന്നെ നിങ്ങളെ നോവല് വായിക്കാൻ എനിക്ക് വട്ടല്ലേ. പിന്നെന്തുവാ ഇത്? ഇതേ രാമായണത്തിലെ ചില കഥകളാ, നല്ല രസമാണ് വായിക്കാൻ. ഓ, അത് ശരി. ഈ രാമായണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്തുവാ? എടി, ഈ രാമായണം വായിക്കുന്ന ഒരു അമ്മമ്മ നിനക്കുണ്ടായിരുന്നില്ലേ? നേരാ, നല്ല താളത്തിൽ വായിക്കുമായിരുന്നു അമ്മൂമ്മ. അതൊക്കെ ഓർക്കുന്നുണ്ടോ? പിന്നെന്താ ഓർക്കാതിരിക്കാനാ. ഞാൻ ഈ സന്ധ്യക്ക് അവിടെ വരുമ്പോഴേ അമ്മൂമ്മയുടെ ഭാഗവത പാരായണം കേൾക്കാം. മനസ്സിലായി? അന്ന് ഈ ഫോണും കീണൊന്നും ഇല്ലല്ലോടി. ആ കാലഘട്ടത്തിലാ നിനക്ക് ഞാൻ പ്രേമലേഖനം എഴുതി നിനക്ക് കൊണ്ട് തന്നോണ്ടിരുന്നത്. പിള്ളേര് കേൾക്കും. പിന്നെ പിള്ളേർ കേട്ടായിരുന്നു. നിനക്കത് ഓർമ്മയുണ്ടോ? പിന്നെ ഓർക്കാതെ ആഴ്ചപ്പതിനകത്ത് വെച്ചോണ്ടല്ലേ കൊണ്ടുവന്നോണ്ട്. ഒരു ദിവസേ നിങ്ങൾ എനിക്ക് എഴുതി എഴുത്ത് വെച്ച ആഴ്ചപ്പതിപ്പ് അച്ഛൻ തട്ടിപ്പറിച്ചത് ഓർമ്മയുണ്ടോ? അയ്യോ ഓർമ്മയുണ്ടോന്നോ? നിനക്കൊരു പ്രേമലേഖനമൊക്കെ എഴുതി ഈ ആഴ്ചപ്പതിപ്പിനകത്ത് വെച്ച് നിനക്ക് തരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാ നിന്റെ അച്ഛനെ നീ എഴുതിയ നോവൽ ഞാൻ എടുത്തടാ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചങ്ങ് എടുത്തടി. മനസ്സിലായോ? എന്നിട്ട് ഈ ആഴ്ചപ്പതിപ്പ് ഇങ്ങനെ മറിച്ച് താള് മറിച്ച് നോക്കുമ്പോഴേ ഇതിനകത്തൊരു പേപ്പർ ഇരുന്ന്, എന്നിട്ട് എൻ്റെ കയ്യിൽ തന്ന എന്നാടാ പേപ്പർ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തിരിച്ചു തന്ന്. സംഗതി എന്തുവെന്നറിയോ? നിനക്ക് ഞാൻ എഴുതി വെച്ചില്ല പ്രേമലേഖനമായിരുന്നത്. മറക്കാൻ പറ്റുമോ? ഞാൻ നിന്ന് ഉരുകുവല്ലേ, കണ്ടോണ്ട് നിൽക്കുവല്ലേ, വിറച്ചു പോയി. സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ച എന്റെ ബലരാമേട്ടാ. അയ്യോ, അതൊക്കെ എന്തുവാ ഒരു കാലം. നീ സീതേ, ഒരു ഓണക്കാലത്ത് ഞാൻ നിന്നെ കാണാൻ ഓർമ്മയുണ്ടോ? അയ്യോ, പിന്നെ ഓർക്കാതെ എനിക്ക് ഓർമ്മയൊക്കെ ഉണ്ട്. അന്നല്ലേ നിങ്ങൾ ഇത്രയും വലിയൊരു കള്ളനാന്ന് ഞാൻ മനസ്സിലാക്കി കളഞ്ഞത്.
അതൊക്കെ ഒരു നേരം പോക്കല്ലോടി. അയ്യോ പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കൾ 3 പേരും ഡീസന്റാ. അവർക്കാർക്കും ഇങ്ങനത്തെ നേരം പോക്കൊന്നുമില്ല. ആഹാ, അത് നിനക്കെങ്ങനെ അറിയാം? എടി അവന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ ഇവന്മാരുടെ സ്വഭാവം എന്താന്ന് ആർക്കറിയാന്ന്? പിന്നെ അവന്മാരെ കണ്ടറിയാൻ പാടില്ലേ? നോക്കി, അനന്തനാണെങ്കിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കത്തില്ല. അപ്പുണ്ണിക്ക് അങ്ങനത്തെ ഒരു വിചാരവേ ഇല്ല. പിന്നെ അമ്പിളി, അവനാണ് ഏറ്റവും ഡീസന്റ്. ഈ പെണ്ണുങ്ങളുള്ള വീട്ടിൽ പോലും അവൻ പോകത്തില്ല. ഈ കേബിൾ ടിവിയുടെ പരിപാടിക്കൊക്കെ ആ മനോഹരനെ പറഞ്ഞു വിടുന്നേ. അതാ ഇത്രയും ഡീസന്റ് അവന്മാരായി പോയതാ കുഴപ്പമായി പോയത്. എന്താ എടി അതുകൊണ്ടല്ലേ നമുക്കൊരു മരുമോളെ പോലും കിട്ടാതായി പോയത്. അത് നേരെ. ആ വാ ഷിജു. ആ ജോയ്, അതെന്തിനാ പൈസ കൊടുക്കാനില്ല കല്യാണത്തിൻ്റെ? അത് നിന്നോട് ആലോചിക്കണം, ഇത് വേറെ കാര്യമാണ്. ആ നമസ്കാരം. നമസ്കാരം. വാ വാ. ഇരിക്കേ. അല്ല ഈ ഇവിടെ ഇരുന്നോ? ഇല്ല ഇരുന്നോ, നല്ല സ്റ്റൂളാണ്. 3-4 പേര് ഇരുന്നിട്ട് പോയതാണ്. ആ അപ്പൊ പിന്നെ പൊടി പോയിട്ടുണ്ട്. അപ്പൊ എന്താണ് വരാൻ പറഞ്ഞത്? അതെ ഞാൻ വിളിച്ചതേ, ഇന്ന് നമുക്ക് ഈ സെറ്റപ്പ് ഒന്ന് മാറ്റണം. ഈ ഓഫീസ് ഒന്ന് കളറാക്കണം നമുക്ക്. അത് നമുക്ക് സെറ്റപ്പ് ആക്കാം. ആ ഈ പ്രദേശത്ത് ഒരുപാട് കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥാപനമാണിത്. നമ്മൾ നല്ല ഉഗ്രൻ സർവീസും കൊടുക്കുന്നുണ്ട്. ഈ വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ നമ്മളോട് നല്ല പെരുമാറ്റമാണ്. എന്തേലും ഒരു കാര്യത്തിന് അവർ ഓഫീസിലേക്ക് വന്നാൽ ആ ഒരു ബഹുമാനം നമുക്ക് അങ്ങോട്ട് കിട്ടണില്ല. മൊത്തത്തിൽ ഇവിടെയൊക്കെ ഒരു ദാരിദ്ര്യം ഫീൽ ചെയ്യണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടെന്ന് തോന്നണം ആളുകൾക്ക്. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ് ബിജോയ് സാറിനെ ഞാൻ വിളിപ്പിച്ചത്. അത് ഒറ്റ വഴിയുള്ളു, അതായത് ഈ സാധനം കൂടെ പൊളിച്ചു കളയണം. പറ്റൂല. പറ്റൂലെന്ന് എന്താണ് ഈ പറയണത്? ഒരു ബുൾഡോസർ കൊണ്ടുവന്നിട്ട് ഒറ്റ നേരത്ത് ഇയാളെന്ത് പ്രാന്താണ് ഈ പറയുന്നത്? ഇത് വാടക ഇട്ടിട്ടാണ്. ഇത് പൊളിച്ചു കഴിഞ്ഞാലേ മുതലാളി നമ്മളെ പൊളിച്ചു കളി. ഇത് വാടക കിട്ടണമല്ലേ? അപ്പൊ ഇതും സ്വന്തമല്ല. അപ്പൊ ഇത് പൊളിക്കാതെ ദാരിദ്ര്യം ഫീൽ ചെയ്യാതെ ഇത് കളറാക്കണം അല്ലേ? ആ എന്താ പറ്റൂലേ? പറ്റൂലെന്ന് എന്താ പറ്റാത്തത്? വൈ നോട്ട്? ഇത് അയ്യോ മതിലിൽ അത്രയും ബലത്തിൽ തട്ടല്ലേ, ഉമ്മായോണ് അതിങ്ങനെ നടന്നു പോരും. ആഹാ, അപ്പേ നമുക്ക് ആദ്യമായിട്ടൊരു പണി ചെയ്യാം. നമുക്ക് ഈ ഫ്ലോർ ഉണ്ടല്ലോ. അമ്പിളി ചേട്ടാ. ആ എന്താ മനു? എന്താ ഫോൺ എടുക്കാത്തത്? ആ മനു നീ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അതിന്. ചേട്ടാ ഫോൺ എടുത്തു നോക്ക്, എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് നീ എന്നെ കോളെ വിളിച്ചിട്ടില്ല. വന്ന കോളൊക്കെ ചേട്ടൻ കട്ട് ചെയ്ത് കളയാണ്. അത് നീ പറയരുത്, നീ എന്റെ കസ്റ്റമർ അല്ലേ, നീ വിളിച്ച ഞാൻ എന്തിനാ എടുക്കാതിരിക്കണത്? അത് പറ്റൂലടാ. മുതലാളിൻ്റെ ഈ ഫോണിൽ നിന്ന് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചില കോള് സ്റ്റക്കായിട്ട് നിൽക്കും, ചില കോള് നേരെ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ മുതലാളി. ആ അപ്പൊ ഫോൺ കംപ്ലൈന്റ് ആണ്. അപ്പൊ ഫോൺ മാറ്റിയാ പോരെ? ഇത് ഞാൻ റെഡിയാക്കി തരാം, വേറെ പുത്തൻ ഫോൺ മേടിച്ചു തരാം. ഓട് മാറ്റാൻ പോകുന്നല്ലേ? ഓട് മാറ്റിട്ട് പോയാൽ മതി. ഇത് എന്റെ കസ്റ്റമർ, നമ്മൾ ഡീൽ ചെയ്തോളാം. അതെ എന്താ മനുവിന്റെ പ്രശ്നം എന്താണ്? വീട്ടിൽ TV കാണാൻ പറ്റില്ലെന്നേ. ആരാ കാഴ്ച പോയത്? കാഴ്ച പോയതല്ലട മനുഷ്യോ, നിങ്ങളുടെ കണക്ഷൻ കൊണ്ട് കംപ്ലൈന്റ് മൊത്തം. അതെ എന്നാ ഞാൻ പോയിട്ട് വരാം. വേണ്ട 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 ചേട്ടാ, ഒരു കാര്യം കേൾക്കണം. ഈ പുള്ളി നന്നാക്കാൻ വന്നപ്പോ ചെറിയ ഗ്രേയിങ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ വേണ്ടല്ല, നന്ദം പിടക്കണ പോലെ മുഴുവൻ പിടക്കിയ TV നിറച്ച്. മനു ഞാൻ പറയണമെന്ന് നീ കേക്ക്. ചേട്ടാ ഒന്നും പറയണ്ട, TV കാണണ്ട ഞാൻ. എടാ ഇതിപ്പോ ഇത് കാണാതെ ആരാണ് വായു വെട്ടി കിടക്കുന്നത്? ചേട്ടാ പിള്ളേരെല്ലാം വീട്ടിലുണ്ടെന്നേ, ഇന്ന് അവധിയും കൂടിയാണ്. ഇതൊരു ഞങ്ങള് ഗൗരവമായിട്ടൊരു കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്ന് ശരിയാക്കി തരാടാ. എന്താ ചേട്ടാ? നോക്കട്ടാ, നീ സമാധാനപ്പെട്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ചേട്ടാ, ഒന്നും അല്ല സംഭവം. അതെ കുഴപ്പമൊന്നും കാണാനില്ല, ലൈൻ കട്ടൊന്നുമില്ല. ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് പോന്നേക്കണതേ ജംഗ്ഷൻ ഇതാണ്. ആ ബോക്സിന്റെ ഉള്ളിലേ എന്തായാലും കപ്ലർ ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അന്ന് നമുക്ക് ചെയ്യാലോ, ഇപ്പൊ ചെയ്യാലോ. ചേട്ടാ അത് ശരിയാക്കാല്ലേ ഇപ്പൊ? എടാ ഇപ്പൊ ഞാനങ്ങനെ നെഞ്ചിട്ട് പോസ്റ്റിൽ കയറണം, അതിന് വണ്ടിയും ടൂൾസൊക്കെ കൊണ്ടുവരണം. ചേട്ടാ ഇതൊന്നും എടുത്തില്ല അപ്പൊ? നീയല്ലേ ഓഫീസിൽ കയറുന്ന ബലം പിടിച്ചാ വന്നു നോക്കുന്നോർത്ത്. ഞാനോർത്ത് വല്ല നിസ്സാര കേസായിരിക്കും. ഇതാ കപ്ലർ മാറ്റണം, മെഷീനും ടൂൾസൊക്കെ എടുക്കണം. ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഇത് വെച്ചിട്ട് നിന്റെ പക്കിൻ തൂത്താനേ പറ്റുള്ളൂ. മിണ്ടായിരിക്കും അവിടെ. ഞാൻ ശരിയാക്കി തരാം, നീ പോയിക്കോ.
ചേട്ടൻ ഇനി പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല ചേട്ടൻ. എടാ ഞാൻ ശരിയാക്കി തരാന്ന് 10 മിനിറ്റത്തെ കേസേ ഉള്ളൂ. ഞാൻ മനോഹരനെ ഒന്ന് വിളിക്കട്ടെ. ഒരു പണി ചെയ്യ്, നമുക്ക് ഈ വണ്ടി തന്നെ അങ്ങോട്ട് പോവാം. ആയിട്ട് പുള്ളിയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാ. എടാ ഞാൻ ശരിയാക്കി തരാന്ന്. വേണ്ട ചേട്ടാ, ഇപ്പോൾ നമുക്ക് ചെയ്തിട്ട് പോരാം. ബാ, ഇവനെ കൊണ്ട് വലിയ മേടല്ല, വണ്ടി എടുക്കും. ബാ പോവാ, ഇവ പോ. പിന്നെ എല്ലാം ഇതിൻ്റെ അകത്ത് കയറുവാ. എല്ലാം കൂടി ഇതിലോട്ട് കയറ്റാനല്ല, നീ എന്നെ ഓഫീസിൽ വിട്ട് തന്നോ, ഞാൻ വണ്ടിയായിട്ട് വന്നോളാം. എന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പിന്നെ ചേട്ടനെ കിട്ടത്തില്ല എവിടെയെങ്കിലും. ഞാൻ സ്റ്റാർട്ടാക്കട്ടെ ചേട്ടാ, ചാടിക്കാറല്ലേ. ആ കയറിക്കോ 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 കയറിക്കോ. മജീദ്ക്കാ. ആ ഹംബിളി, ആ എന്താ കംപ്ലൈന്റാ? കംപ്ലൈന്റ് അല്ല, മഴ പെയ്തപ്പോ ഒരു ചെറിയൊരു ഇത് പ്രോബ്ലം. ചെറുതല്ല, മൊത്തം കംപ്ലൈന്റാ. ഒന്നും മിണ്ടായിരിക്കടാ ഒന്ന്. അല്ല മജീദ്ക്ക് അങ്ങോട്ട് പോകണം. ഞാൻ റേഷൻ കട വരെ. അല്ല അപ്പൊ നടന്നു പോകണം, എന്താ വണ്ടി എടുത്തില്ലേ? ഓ, വണ്ടിയുടെ കാര്യമൊന്നും പറയണ്ട, കംപ്ലൈന്റ് ആയി വർക്ക്ഷോപ്പിൽ കിടക്കുക. അത് ശരി. അപ്പൊ ഒരു പുതിയ വണ്ടി മേടിക്കാൻ പാടില്ല, അതൊക്കെ കളഞ്ഞിട്ട്. പിന്നെ പുതിയ വണ്ടി പറയാളിപ്പോ കാശെന്തോരം വേണമെന്നറിയാവോ? ഗൾഫിൽ നിന്ന് സമ്പാദിച്ച് ഒരുപാട് പൈസ ഉണ്ടല്ലോ കയ്യിൽ, എന്തിനു വെച്ചേക്കിയതൊക്കെ? അതൊന്നും അങ്ങനെ എടുത്ത് ചിലവാക്കാൻ പറ്റത്തില്ല. അതെ, ഞാൻ മോളുടെ നിക്കാഹിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. ചിലവൊക്കെ ഉണ്ട്, അത് നിക്കുള്ളതല്ലേ. അല്ല മജീക്ക്, റേഷൻ കടയിൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോ തിരക്കാ, ഭയങ്കര തിരക്കാ. നല്ല അരിയാ വന്ന, നല്ല ബിരിയാണി വെക്കാൻ പറ്റിയ പോലത്തെ നേരിയ അരി. മറ്റേ ചെറുത്. ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു 5 കിലോ കൂടുതൽ ചോദിക്കാം. കൂടുതലൊന്നും തരൂല, ഉള്ളത് പോയി വാങ്ങ്. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ നിന്ന് മേടിച്ചിട്ടേ വരുന്നുള്ളൂ. ഒരുപാട് സമയം എടുക്കോട്ടാ. സാരമില്ലെന്നേ. ശരി. അതായിരിക്കും ഭയങ്കര സൗകര്യം. പിശുക്ക്. ബാബാ ചേട്ടാ, നമുക്ക് പോയേക്കാം ചേട്ടാ. അതെ, നീ പോയിക്കോ, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, ബാ ഞാൻ കൊണ്ടാക്കാം. നീ ബുദ്ധിമുട്ടണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞാൽ മനോഹരം വണ്ടിയായിട്ട് വരും. ഞാനിത് ശരിയാക്കിയിട്ട് ഇവിടുന്ന് പോകണുള്ളൂ, നീ പോയിക്കോ. എന്നാ ഒരു പണിയാ, ഞാൻ ഇവിടെ നിൽക്കാം, ചേട്ടൻ പോയിട്ടോ. എടാ നീ വീട്ടിൽ പോയി ബോക്സ് ഓൺ ചെയ്തിട്ട് നല്ല പടം വന്നില്ലെന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ ഒരു പണി, ഞാനിവിടെ നിൽക്കാം. എടാ നീ നിക്കണ്ട, നീ പോയിക്കോന്ന്, ഞാൻ ശരിയായിക്കോളാന്ന്. ചേട്ടൻ ശരിയാക്കോ എന്തെങ്കിലും? പോയിക്കോടാ, നീ പോയിക്കോ. നീ വെറുതെ ബുദ്ധിമുട്ടണ എന്തിനാ? ഞാൻ വിളിച്ചേക്കാം എന്നാ. നീ വിളിക്കണ്ട, ഗുണഗുണാന്ന്. പടം വന്നോളും, നീ പോയിക്കോ കേട്ടാ. പടം വന്നില്ലേ ഞാൻ ഇങ്ങോട്ട് വരും കേട്ടോ. എടാ നീ പോയിക്കോടെ, ഇതെന്താ ആദ്യമായിട്ടുള്ള പോലെ പിന്നെ. സ്നേഹമുള്ള ഷാഹിന, നിന്നെ കെട്ടാനാശ വെച്ച് എത്ര ചോദിച്ചിട്ടും നീ. ഷാഹിന, തുറക്കുമ്പോ പറയണ്ട, ഇപ്പൊ വീണേന്. പറ്റിയാന്ന് തുറക്കുമ്പോ പറയണ്ടേനോട്. ഇങ്ങോട്ട് വന്നേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, നീ പോകാൻ പറ്റില്ലെന്ന്. അതെന്താ ഇതൊക്കെ കുറ്റിയെടുക്കേ? അതേ, എനിക്കൊരു കാര്യം പറഞ്ഞു, നീ വന്നേ. ആരെങ്കിലും കാണും? ആര് കാണാൻ? ഞാൻ മുഴുവൻ നോക്കി, ആരും. പാപ്പ ഇപ്പൊ പോയതേ ഉള്ളൂ. വാപ്പ പോയത് ഞാൻ കണ്ടതല്ലേ, ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇരിക്കേ, കാര്യം പറ. നീ കളിക്കാതെ ഇവിടെ ഇരിക്കും, എനിക്കൊരു കാര്യം പറയാണ്ട്. ഇരിക്കാനൊന്നും പറ്റില്ല, വാപ്പ ഇപ്പൊ വരും. വാപ്പ ഇപ്പം വല്ല റേഷൻ കടയിൽ പോണ ഞാൻ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അമ്പിളിക്കൊന്ന് പോയത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്ന്. വേഗം പറ. നീ ഇവിടെ ഇരിക്കേ. ഇരിക്കാനൊന്നും പറ്റില്ല. സമാധാനത്തിന് പറയേണ്ട ഒരു കാര്യമാണ്, അങ്ങനെ നിന്നാ പറയാൻ പറ്റില്ല. എന്റെ അമ്പിളിക്ക പറ, ആരെങ്കിലും വരും. നീ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്ക്. അവിടെ നിൽക്കാതെ നീ ഇരിക്കും. അവിടെ നിന്ന് പറഞ്ഞാ മതി. ഞാൻ തോന്നി. ഏയ് പറയാ പറട്ടെ. നിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടപ്പോ എനിക്കത് പറയാൻ പറ്റില്ല. എന്റെ അമ്പിളിക്ക ഇപ്പൊ കൊഞ്ചാനൊന്നും സമയമില്ല, ആരെങ്കിലും വന്നു. നീ ഇത് എന്റെ മാത്രം കാര്യമാണ്, ഇത് നമ്മുടെ കല്യാണക്കാര്യം സംസാരിക്കാമെന്നാണ് ഞാൻ. അങ്ങനെ അല്ല അമ്പിളിക്ക, വാപ്പ ഇപ്പൊ വന്നാ അതോടെ എല്ലാം തീരും. വാപ്പ വരൂലെന്ന്, വാപ്പ റേഷൻ കടയിൽ പോയൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അതെ, നീ ടെൻഷനാല്ലേ, എനിക്ക് പറയാൻ പറ്റില്ല ഒന്നും. വേഗം പറ. അയ്യോ പൊള്ളിയാ, അത് നോക്കാൻ വന്നാണ്. എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അടുക്കള പണി എടുക്കരുതെന്ന്. ഇപ്പൊ പറയണല്ലോ, ആദ്യം പറ. പറഞ്ഞിട്ട് നീ എന്നെ ടെൻഷനാക്കല്ലേ. അങ്ങാട് പിടിച്ച് വലിക്കണേ എന്തിനാണ്? അത് തളർത്തിയിട്. കുഴപ്പമുണ്ടോ?
ചില്ല അതിൽ കാണാം. ഇവിടെ ഇരിക്കും, ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇരിക്കും. വെട്ടല്ലേ കേട്ടോ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. അല്ല പിരിവാരെങ്കിലും ആയിരിക്കുള്ളൂ. ആരാണ്? വാപ്പേ. അയ്യോ, എവിടെ പോയി വാപ്പാ? ഞാൻ അടുക്കള വഴി ഓടട്ടെ. അങ്ങോട്ട് പോണ്ട. അന്ന് ഇവിടെ വിളിക്കാം. അവിടെ വേണ്ട. അന്ന് ഈ റൂമിൽ വിളിക്കാം. റൂമിൽ പോലെ മണ്ടത്തരം കാണിക്കല്ലേ, എണീച്ചേ. ഇപ്പൊ എന്ത് ചെയ്യാ? മണ്ടത്തരം കാണിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഒന്നാട് പോകാനാണ്. ഇങ്ങോട്ട് പോ. അല്ല അതല്ലേ ഇതെടുത്ത് എപ്രാളം പിടിക്കല്ലേ ഷാഹിന. ഞാനിവിടെ ഒതുങ്ങി നിന്നോളാം. വാപ്പ കണ്ടാൽ ഞാൻ കേബിൾ നോക്കാൻ വന്നാന്ന് പറഞ്ഞാൽ മതി. വാതിൽ കുറ്റിയിട്ടിട്ടല്ലേ കേബിൾ നോക്കണേ. അത് റേഞ്ച് കൂടുതലായോണ്ട് അടച്ചിട്ടാന്ന് പറഞ്ഞാൽ പോലെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കട്ടോ. നീ ഇങ്ങോട്ട് മാറി, ഞാൻ ഈ അടുക്കള വഴി ഓടട്ടെ. ഫ്രണ്ടിൽ വാപ്പ നിൽക്കുമല്ലേ, കാണില്ലേ? അത് ഇത് തുറക്ക്, ഞാൻ അതിലെ കോളമോ നിങ്ങൾ മുങ്ങി ചാമോ. ഞാനിപ്പോ എന്താ ചെയ്യണത്? സമാധാനപ്പെട്. തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് നീങ്ങി നിൽക്കും. ഇവിടെ നിൽക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വാപ്പനെ റൂമിൽ കൊണ്ടുപോയിക്കോളാം. ആ സമയത്ത് അതുവഴി ഓടിക്കോളാം. ശരി, എന്നാ കൊണ്ടുപോ. ഇവിടെ നിൽക്കേ. എത്ര പ്രാവശ്യം ഞാൻ മുട്ടി? നീ എന്താ വാതിൽ തുറക്കാൻ താമസിച്ചേ? ഞാൻ ബാത്റൂമിലായിരുന്നു വാപ്പ. നിന്റെ മുഖത്തെന്താ ഒരു വെപ്രാളം? അതുപോലെ വാപ്പ ഇത്ര കൊട്ടുകൂട്ടിയ ഞാൻ പേടിക്കത്തില്ലേ? അല്ല, ഇതെന്താ റേഷൻ കടയിൽ പോയിട്ട് സാധനമൊന്നും മേടിച്ചില്ലേ? ഓ, അതിന്റെ കാര്യമൊന്നും പറയണ്ട. ബാ. ഒന്നിരുന്നോട്ടെ, കൈയും കാലും കഴിക്കുന്നു. ഈ പട്ടി ചന്തയ്ക്ക് പോയെന്ന് പറഞ്ഞ പോലെ മജീദ് റേഷൻ കടയിൽ പോയത്. അതെന്താന്ന് ചോദിക്കാത്ത എന്താ നീ? അതെന്താ വാപ്പ? ആ, അതാണ്. ഞാനേ റേഷൻ മേടിക്കാൻ വേണ്ടി നടന്ന് ചെന്നപ്പോ ദേ നിൽക്കുന്നത് നമ്മുടെ അമ്പിളി. എന്നെ കണ്ട ഉടനെ അവൻ പറയാ, മജീദിക്ക, ഇപ്രാവശ്യം റേഷൻ കടയിൽ നല്ല കുഞ്ഞ് ബിരിയാണി അരി വന്നിട്ടുണ്ട്, സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പൊ ബിരിയാണി അരി വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്ത് ഞാൻ റേഷൻ കാർഡ് നോക്കുന്നു, കാണുന്നില്ല. മറന്നു. എന്നാ പിന്നെ താമസിപ്പിക്കേണ്ട വാപ്പ, വാ റേഷൻ കാർഡ് എടുത്തിട്ട് പോയി വാങ്ങിക്കേ. അല്ല, അത് റേഷൻ കാർഡ് എവിടെ? അത് അവിടെ മുറിയിലുണ്ട്, അലമാരയില്. ഏയ് ഇല്ല, എന്റെ മുറിയിൽ ഇല്ല. എനിക്കറിയാലോ എന്റെ മുറിയിൽ റേഷൻ കാർഡ് ഇല്ല. അത് ഞാൻ കണ്ടെന്ന് വാപ്പ. ബാ എണീക്ക്, നമുക്ക് നോക്കാം. ഇല്ലാന്ന് എന്റെ മുറിയിലില്ല. നീ ഇതേ ആ ഷെൽഫിൽ നോക്കിക്കേ. അല്ല വേണ്ട, ഞാൻ നോക്കാം. അല്ല അത് വേണ്ട വാപ്പ, ഇരിക്കും, ക്ഷീണിച്ചു വന്നതല്ലേ, ഞാൻ നോക്കിക്കോളാം. പതുക്കെ നോക്ക്. ഇവിടെ ഒന്നും ഇല്ല വാപ്പ, ഞാൻ പറഞ്ഞല്ലേ. ആ ഉണ്ട്, എനിക്കറിഞ്ഞൂടെ. കൊണ്ടുവച്ച ഞാനല്ലേ. നീ എന്തിനാ വെപ്രാളപ്പെടുന്നത്? ഞാൻ നോക്കുക വാപ്പ. കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. എന്നാ ഞാൻ നോക്കാം. വേണ്ട, ഞാൻ നോക്കിക്കോളാം. കിട്ടിയില്ലേ ഇതുവരെ? പാപ്പ നോക്കുക. നീ നിർത്തിക്കേ, ഞാൻ നോക്കാം. അതല്ലോ. കിട്ടി റേഷൻ കാർഡ് കിട്ടി. കിട്ടിയോ? ആ, ഇത് തന്നെ. എന്നാ പിന്നെ വേഗം പോയിക്കോ പാപ്പ. എന്തിനാ വേഗം പോകുന്നത്? അരി തീർന്നു പോവില്ലേ? ആ, അതാണ്. ഇല്ലെങ്കിൽ വൈകുന്നേരം പോയാൽ മതി. എന്റെ ഒരു കാര്യമേ. അയ്യോ, എന്ത് പറയാനൊക്കെ. ഈ വാപ്പച്ചിയുടെ ഒരു കാര്യം, റേഷൻ കാർഡ് ഇല്ലാതെ റേഷൻ കടയിൽ പോകുന്നല്ലേ. ശരി പാപ്പ. ആ, മോള് കഥ അടച്ചോ.
ബാപ്പ പോയില്ല, നമുക്ക് ഇത്തിരി കൂടെ സംസാരിക്കാം. പോയി എന്റെ ഷാനി അമ്പിളിക്ക. വന്ന കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ പറയാം. ഏതുമീരി ഇത്തിരി പോ. അന്ന് ഞാൻ ഇതിലേ പോകാം. അതുവഴി പോണ്ട, ബാപ്പ ഇവ പോയതല്ലേ ഉള്ളു, കാണും. അടുക്കള വഴി പോയാൽ മതി. ഇതിലേ വാ. നീ കയ്യെന്ന് വിടുന്നു. പട്ടിയുടെ പോരാ. ആഹാ, ഇന്നലെ വരെ നായ്ക്കൾ ഇരുട്ടുമ്പോൾ മാത്രമേ ഇതിനകത്ത് കാലുത്തുള്ളായിരുന്നു. ഇപ്പൊ പകലും തുടങ്ങിയ നിന്നെയൊക്കെ ഇന്ന് ഞാൻ ശരിയാക്കി തരണം. ആഹാ, ഇവിടെ എൻ്റെ വടി എവിടെ? ആഹാ, ഇവിടെ. ഒന്ന് വേഗം ഇറങ്ങി പോ അമ്പിളിക്ക. ഹായ് മജീദ്, എന്താ ഇവിടെ? മറ്റേ ആ വൈഫൈയുടെ കണക്ഷൻ സിഗ്നൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച പണി പാളി കയ്യിന്ന് പോയിട്ടുണ്ട്. പാപ്പ